വിളവെടുപ്പ് ആരംഭിച്ചതോടെ കാപ്പിക്കുരുവിന്റെ വിലയിൽ ഇടിവ്. 2 മാസത്തിനിടെ 1 കിലോ റോബസ്റ്റ കാപ്പിക്കുരുവിന് വില 50 രൂപയും കാപ്പിപ്പരിപ്പിന്റെ വില 75 രൂപയും കുറഞ്ഞു. വിളവെടുപ്പിന് തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് ചെറുകിട കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന കൂലിയും കർഷകരെ വലയ്ക്കുകയാണ്. 2 മാസം മുമ്പ് റോബസ്റ്റ കാപ്പിക്കുരുവിന് 240 രൂപയായിരുന്നത് ഡിസംബർ അവസാനമായപ്പോൾ 190 രൂപയായും കാപ്പിപ്പരിപ്പിന് 2 മാസം മുൻപുണ്ടായിരുന്ന 450 രൂപ 375 രൂപയുമായാണ് കുറഞ്ഞത്. 2021 ഡിസംബറിൽ കാപ്പിക്കുരുവിന് 80 രൂപയും പരിപ്പിന് 140 രൂപയുമായിരുന്നു. 2022 കാപ്പിക്കുരു വില 93 രൂപയും പരിപ്പ് വില 175 രൂപയുമായി. 2024 കാപ്പിക്കുരു വില 222 രൂപയും പരിപ്പ് വില 395 രൂപയുമായി. ജില്ലയിൽ കാപ്പി കൃഷി ചെയ്യുന്ന 150ഓളം വൻകിട എസ്റ്റേറ്റുകളും 20,000-ഓളം ചെറുകിട കർഷകരുമാണുള്ളത്. ദിവസം 800 രൂപയിൽ അധികം കൂലി നൽകിയെങ്കിൽ മാത്രമേ കാപ്പിക്കുരു വിളവെടുപ്പിനുൾപ്പെടെ തൊഴിലാളികളെ ലഭിക്കുകയുള്ളൂ. എല്ലാ സമയത്തും പണിയില്ലാത്തതിനാൽ ചെറുകിട കർഷകരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ യഥാസമയം തൊഴിലാളികളെ ലഭ്യമാകാനും ബുദ്ധിമുട്ടാണ്. പലരും അതിഥി തൊഴിലാളികളെ എത്തിച്ചാണ് വിളവെടുപ്പ് നടത്തുന്നത്. വിളവെടുപ്പ് വൈകിയാൽ കാപ്പിക്കുരു പഴുത്ത് പക്ഷികൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുമ്പോൾ കർഷകർ നിസ്സഹായരാണ്. മുൻവർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മറ്റു കാരണങ്ങളും കാപ്പിയുടെ ഉൽപാദനത്തെ സാരമായി ബാധിച്ചിരുന്നു. ഇത്തവണ ഭേദപ്പെട്ട വിളവുണ്ടെങ്കിലും വിലയിൽ ഇടിവുണ്ടാകുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.